വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് വാർഷിക പരീക്ഷയാണ്. നാളെ നടക്കാനിരിക്കുന്ന അഖീദ പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു മോഡൽ പേപ്പറുമായിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ 4 ക്വിസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് കോളങ്ങൾ കാണാൻ കഴിയും. കോളത്തിൽ കുറച്ച് വാക്കുകൾ കാണാൻ കഴിയും. ആ വാക്ക് യോജിച്ച ഏത് വരിയായിട്ടാണോ അതിനിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതിയെടുക്കുക. അതിനെ നേരെ ഇങ്ങോട്ട് എഴുതിയെടുക്കുക. ഒന്ന് മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് യോജിച്ച എന്തോ ഒന്ന് ഇതിലുണ്ട്. എന്താണത്? അവിടെ കാണുന്നില്ല. കൈ പ്രകാശിക്കുന്നു. അതാണ് ഇങ്ങോട്ട് എഴുതിയെടുക്കേണ്ടത്. 2 കഴിവുള്ളവൻ. അതിൻ്റെ അർത്ഥം, എൻ്റെ അറബി ഇതാണ് കേട്ടോ, ഖാദിർ, കഴിവുള്ളവൻ. അത് ഇങ്ങോട്ടാണ് എടുത്ത് എഴുതേണ്ടത്. 3 മറച്ചുവെക്കൽ. അതിന് യോജിച്ച അറബി ഇതിലുണ്ട്. മുകളിലായിട്ട് രണ്ടാമത് കാണുന്ന കിത്മാൻ. 4 സ്വാലിഹ് അലൈഹിസ്സലാം. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തിൽപ്പെട്ടത് വല്ല കാര്യം ഇതിലുണ്ടോ നോക്കണം. ഇവിടെ താഴെ കാണുന്നുണ്ട് ഒട്ടകം. അതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്തിൽപ്പെട്ടത്. പാറക്കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ഒട്ടകത്തെ പുറത്തെടുത്തിട്ടുണ്ട്. 5 അർശിനെ ചുറ്റുന്നവർ. അർശിനെ ചുറ്റുന്നൊരു വിഭാഗം അതിലിതിലുണ്ട്. ഏതാണ്? ഹാഫൂൻ. അർശിനെ ചുറ്റുന്നവരാണ്. 6 ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് ഇതിലുണ്ട്. ഏതാണത്? ഏറ്റവും മുകളിൽ കാണുന്ന കാഴ്ച നൽകുക. ആളുകൾക്ക് എന്ത് ചെയ്തു? കാഴ്ച നൽകിയിരുന്നു. 7 കൗനുഹു ആജിസൻ. അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ട്, കഴിവില്ലാത്തവനാവൽ. അപ്പോൾ യോജിച്ചതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത പ്രവർത്തനം വിപരീതം എഴുതാമെന്നുള്ളതാണ്. ഇവിടെ ഓരോ അറബി വാക്കുകൾ തന്നിട്ടുണ്ടാകും. മുസ്തഹീലായ സിഫത്തും വാജിബായ സിഫത്തൊക്കെ തന്നിട്ടുണ്ടാകും. അതിന് യോജിച്ച വിപരീതം തിരഞ്ഞെടുക്കണം. 1 ബലാദത്തുൻ. എന്താ ബലാദത്തിൻ്റെ അർത്ഥം? ബുദ്ധിമാന്ദ്യം. അതിൻ്റെ വിപരീതം ഏതാണ്? ഫത്താനത്ത്, ബുദ്ധി കൂർമത, ബുദ്ധിശക്തി കൂടുതലുള്ള ആൾ. 2 ഫത്താനത്തുൻ. എന്താ ഫത്താനത്ത് പറഞ്ഞാൽ? ബുദ്ധി കൂർമത. അതിൻ്റെ വിപരീതം ഏതാണ്? ബലാദത്ത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് കേട്ടോ. ഇനി 3 ബക്കാ. ബക്കാ പറഞ്ഞാൽ അന്ത്യം, ഇല്ലാതിരിക്കൽ. അതിൻ്റെ വിപരീതം ഏതാണ്? ഫനാ, നശിക്കൽ. 4 തബ്ലീഗ്. തബ്ലീഗ് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ. അതിൻ്റെ വിപരീതമാണ് കിത്മാൻ, മറച്ചുവെക്കൽ. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1 ഹും ആദമുൻ ഡാഷ്. ഹും ആദമുൻ ഇദ്രീസു നൂഹു ഹൂദു മഅ. 2 സ്വാലിഹ് വ ഇബ്രാഹീമു ഡാഷ്. സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ. 3 ലാ യഅസൂനല്ലാഹ ഡാഷ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. 4 ഇല്യാസു മൂസ ഡാഷ്. ഇല്യാസു മൂസ സക്കരിയ യഹ്യ. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത്. 1 മുഅ്ജിസത്ത് എന്നാൽ എന്ത്? എന്തിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം? അതിൻ്റെ ഉത്തരം നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും ഉണ്ടാവായിട്ടുണ്ട്. അതിനാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയാം.
2. ബിദ്അത്തുൽ ളലാല എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ, അതിനാണ് ബിദ്അത്തുൽ ളലാല എന്ന് പറയാം. 3. മുർസലുകളുടെ എണ്ണം എത്ര? ഖുർആനിൽ പറയപ്പെട്ട മുർസലുകൾ 25 പേരാണ് ഖുർആനിൽ പറയപ്പെട്ടവർ. ഇനി അടുത്ത ചോദ്യമാണ് 4. സുന്നത്ത് എന്നാൽ എന്ത്? എന്തിനാണ് സുന്നത്ത് എന്ന് പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അതുപോലെ അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5. സഫറത്ത് വിഭാഗത്തിൻ്റെ ജോലി എന്ത്? സഫറത്ത് എന്ന് പറയുന്ന മലക്കുകളുടെ ജോലി എന്താണ്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എന്ത് ചെയ്യും? പകർത്തി എഴുതുന്നവരാണ് അവർ. ഇനി അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഹദീസിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുക. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതിൻ്റെ അർത്ഥം, ആരെങ്കിലും നമ്മുടെ മതത്തിൽ അതിൽ ഇല്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് 4 എണ്ണം എഴുതുക എന്നുള്ളതാണ്. 1. ഖിയാമത്ത് നാളിൻ്റെ 4 അടയാളങ്ങളും. കുറേ അടയാളങ്ങൾ പറയുന്നുണ്ട്. 1. ഉഖ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെട്ടു പോവുക. മറ്റൊന്ന് അറിവില്ലായ്മ വർദ്ധിക്കുക. 3. വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക. 4. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക. 5. അർഹതയില്ലാത്തവർ കൈകാര്യം കർത്താക്കളാവുക. 6. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. 7. പൊതുമുതൽ സ്വന്തമാക്കുക. 8. പള്ളിയിൽ അനാവശ്യ ശബ്ദം ഉയരുക. 9. സദ്വൃത്തരായ പൂർവികർ ആക്ഷേപിക്കപ്പെടുക. 10. ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടി അല്ലാതെ പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകൾ, അതായത് അടയാളങ്ങൾ. അലാമത്ത് എന്നുള്ളത് പഠിച്ചു വെച്ചോളിയും, അടയാളങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. അങ്ങനെയുള്ള അർത്ഥങ്ങളും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതോടെ നമ്മുടെ 4 ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.